വല്ലാത്ത നാശായല്ലത്. എത്ര തവണ പറയണം തന്നോട്? താൻ പോയില്ലേ? മുതലാളിയെ നേരിട്ട് കണ്ട് 2 വാക്ക് പറയേ വേണ്ടു. മുതലാളി തന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? വരാൻ പറഞ്ഞിട്ടില്ല. എന്നാലും മുതലാളിക്ക് എന്നെ അറിയാം. ഒരു കാര്യം പറയാനാ. തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ആഫീസിൽ ചെല്ല്. നടന്ന് എന്റെ കാല് തേഞ്ഞു. ഓഫീസിൽ ചെല്ലുമ്പോ വീട്ടിൽ പോകാൻ പറയും, വീട്ടിൽ വരുമ്പോ ഓഫീസിൽ ചെല്ലാൻ പറയും. പിന്നെ താനിങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ വിളക്കും താലവും കാട്ടി സ്വീകരിച്ചിരുത്തുന്നുണ്ടോ? പാവം വിചാരിച്ച് ഒരിക്കൽ കടത്തി വിട്ടതിന് കേട്ട ചീത്ത എനിക്കേ അറിയൂ. ചെല്ല്, ആഫീസിൽ ചെല്ല്. പോ. പറ്റി വരണ്ട്, വേഗം ചെല്ല്. ഗുഡ് ബോയ്. അച്ഛൻ പൂജാമുറിയിൽ നിന്ന് വന്നു. മുതലാളി ഇന്ന് കുളി കഴിഞ്ഞ് 6 മണിക്ക് തന്നെ കടന്നിരിക്കുന്നു പൂജയ്ക്ക്. എന്താ വിശേഷം? ഓ, ഇൻകം ടാക്സ്. അതാണെന്ന് വിസ്തരിച്ച പൂജ. ഉമ്മർത്താരൻ വലിയ മുതലാളിയെ കാണാനാ. ഇരുന്നോ. രവി, രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ വെറുതെ പുറത്തുപോയി. ബസാറിൽ 9-ന് മടങ്ങിയെത്തി. 9-നോ? 9:10 നിന്റെ മുറിയിൽ നോക്കുമ്പോൾ നീ ഇല്ല. 9:15 വന്നിട്ടുണ്ടച്ഛ. എന്നോട് പറയുന്നത് കൃത്യമായിട്ടാവണം. 9:15 എന്ന് വെച്ചാൽ എനിക്ക് 9 അല്ല. ഞാൻ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല. മനുഷ്യനായാൽ എന്തിനൊരു ചിട്ട വേണം. ആഹാരത്തിൽ, ഉറക്കത്തിൽ, വ്യാപാരത്തിൽ, എല്ലാം. നിന്റെ പ്രായത്തിൽ എന്നെ ഉപദേശിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നും എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ സാഹിബിനോട് ഇംഗ്ലീഷ് പറയും, അവരോട് ഭംഗിയായി പെരുമാറും. ബിസിനസ് ആരെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തന്നതാണോ? നിങ്ങൾക്ക് എന്നെ കണ്ടുപഠിക്കാം. ആ ഭാഗ്യം നിങ്ങൾക്കുണ്ട്. വേണ്ട വിദ്യാഭ്യാസമുണ്ട്. പണം വാരിക്കോരി ചെലവാക്കി പഠിപ്പിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഒന്നുമില്ല. എന്റെ മക്കൾക്ക് എന്നെ മനസ്സിലാവുമോ? ഇല്ല. നിന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുമോ? ഇല്ല. കൃഷ്ണ, ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അതിനിവിടെ കണ്ടുപോയാൽ ഒറ്റപടിക്ക് ഞാൻ കഥ കഴിക്കും. നായരെയല്ല, നിന്റെ. അവന്റെ കത്തുണ്ടോ? നിന്റെ അനുജനില്ലേ ദാസൻ, അവന്റെ? എനിക്ക് എഴുതാറില്ല. അവന്റെ അമ്മയ്ക്ക് എഴുതും. ലാളിച്ച് ലാളിച്ച് അവനെ എനിക്കെതിരാക്കി നിന്റെ അമ്മ. ഇരുന്നോ കുമാര. ആർക്ക് വേണ്ടിയാണോ അതിന്റെ അനുജൻ അന്യനാട്ടിൽ നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്? അവന്റെ അമ്മയ്ക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയോ?
കരുണാകരൻ മുതലാളിയുടെ രണ്ടാമത്തെ മകൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? മന്ത്രിച്ച് മന്ത്രിച്ച് അവനെ കൊള്ളരാത്തവനാക്കിയത് നിന്റെ അമ്മയാണ്. പറ നിന്റെ അമ്മയോട്. രവി, ഇനി എനിക്ക് നീയേ ഉള്ളൂ. കരുണാകരൻ മുതലാളിക്ക് ഒരു പേരുണ്ട് ഈ നാട്ടിൽ, ഓർമ്മിച്ചോ? അത് നിലനിർത്തേണ്ടത് നീയാണ്. ഉമ്മറത്ത് 2-3 പേർ കാത്തിരിക്കുന്നു. 2-3 പേരല്ല, 5 പേരുണ്ട്. ആരാണ്, എന്തിനാണ് എന്നെല്ലാം എനിക്കറിയാം. ഞാൻ ഈ വീടിന്റെ എവിടെയെങ്കിലും ഒരിടത്തിരുന്നാൽ മതി. ചുറ്റുവട്ടത്തെ ഇല അനങ്ങിയാൽ എനിക്ക് മനസ്സിലാകും, അത് നിങ്ങൾക്കാവില്ല. അമ്മ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? ആവലാദികൾ പറയാനല്ലേ? പിന്നെ കുറെ ശാപങ്ങൾ. അവസാനം കരച്ച്. മരുന്നില്ലേ? ഡാക്ടർ ദിവസവും മരുന്നില്ലേ? ശുശ്രൂഷിക്കാൻ ശമ്പളം തന്നെ നിന്നെ നിർത്തിയിട്ടില്ലേ? നിന്റെ യജമാനത്തെ വിളിച്ചെന്ന് പറ, ഈ ആവലാദികൾ കേട്ട് കേട്ടിരിക്കും മടുത്തുന്ന്. ഇരിക്കുന്നാവോ? കാത്തിരുന്ന് മുഷിഞ്ഞോ? ഭാര്യ കിടപ്പായതിൽ പിന്നെ രാവിലെ ആകെ ഇവിടെ ഒരു നട്ടം തിരിച്ചിലാണ്. എത്ര പണിക്കാരുണ്ടായിട്ടുണ്ടാ കാര്യം? അവളുടെ കാര്യം അന്വേഷിക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒരു നിമിഷം വരുന്നാം. ഇരിക്കുന്നാമോ? താൻ ഈ രാജ്യത്ത് തന്നെ ഉണ്ടോടോ? ഒരാഴ്ച ബാംഗ്ലൂരിലായിരുന്നു മുതലാളി. എന്താ വിളിച്ചേ? മുതലാളി എന്നോ? അത് വേണ്ട, അത് വേണ്ട. ഞാൻ എന്നും പഴയ കരുണാകരൻ തന്നെയാണോ. അപ്പൊ വന്ന കാര്യം? ഒരു മാസത്തെ തിരുമറിക്ക് എനിക്കൊരു 25,000 രൂപ തരണം കർണാട്ട. PWDക്കാർ ബില്ല് പാസ്സാക്കി പണം തരാൻ 30-ാം തീയതി കഴിയും. തനിക്കും പണത്തിന് ബുദ്ധിമുട്ടോ? ആളെ കളിയാക്കല്ലടോ. എന്റെ കാര്യം എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാം. ഉണ്ടിയക്കാരുടെ കയ്യിൽ നിന്നാ ഇതൊക്കെ കടമെടുത്തത്. സേട്ടുവിന് കടം വീട്ടാൻ വെച്ച പണമുണ്ട്. രാമൻ നായരെ, നമ്മുടെ സേട്ടിന് പണം വരുന്ന മാസത്തിൽ കൊടുത്താ പോരെ? സേട്ടുവിന്റെ പണത്തിന് പലിശ എത്ര? 25% അല്ലേ? അതെ, 25. സേട്ടുവിന്റെ പലിശ ഇവിടെ കൊടുത്താൽ ദാമുന് പണം കൊടുക്കാം. എനിക്കൊരു കാശ് പലിശ വേണ്ട. ഞാൻ ദാമുനോട് പലിശ വാങ്ങി. നല്ല കാര്യം. അതെനിക്ക് അറിഞ്ഞൂടെ? അതിനല്ലേ കരുണേട്ടന്റെ അടുത്ത് ഓടി വന്നത്. എത്ര റൈറ്റ് കൊടുത്താലും തരക്കേടില്ല, കാര്യം ശരിയാക്കി തന്നാ മതി. അത്ര നട്ടം തിരിഞ്ഞു. പിന്നെ ഞങ്ങളൊക്കെ പഴയ ആളുകളാണ്. പഴയ ചിട്ടകളെല്ലാം നല്ലതുമാണ്. നാളെ വരുമ്പോ ഏട്ടന്റെ ഒരു മേലപ്പൂട വാങ്ങിക്കൊണ്ടുവരും. ശരി, ഞാൻ വരട്ടെ. ഇരിക്കോളും. ചായ വേണ്ടേ? അല്ല, ധൃതിയുണ്ട്. ഞാൻ പോയിട്ട് നാളെ വരാം. ശരി. രാമൻ നായരെ, രൂപയ്ക്ക് 6,250 രൂപ പലിശ കഴിച്ച് ബാക്കി കൊടുത്ത് 25,000 രൂപയ്ക്ക് ഒപ്പ്. കോൺട്രാക്റ്റിൽ അയാളുടെ ഏട്ടനും പാർട്ണറാണ്. അതുകൊണ്ടാണ് ഏട്ടന്റെ മേലപ്പ്. മനസ്സിലായോ രാമൻ നായരെ? മനസ്സിലായി മുതലാളി. ഇനി ഞാൻ നാരായണ കുട്ടിനെ വിളിക്കും. ശാന്യം. കുറുപ്പേ, തിരക്കാണ് ഉറുപ്പേ. എന്താ വിശേഷം? ഹരിജനോത്സവന്റെ കാര്യം മുതലാളി അതിന്റെ രക്ഷാധികാരിയാണ്. കാര്യമായി മുതലാളിയുടെ സഹായം മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഉറുപ്പിന് അറിഞ്ഞൂടെ? അറിയാഞ്ഞിട്ടല്ല. പിന്നെ പണ്ടത്തെ കാലമല്ല. ഭാര്യ കിടപ്പിലായത് മുതൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ധാരാളം ചെലവാക്കണം. ബിസിനസ് ആണെങ്കിൽ വളരെ മോശം. എത്ര പണം ചെലവുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. എങ്കിലും കുറിപ്പ് വന്നതുകൊണ്ട് ഞാൻ വയ്യാന്ന് പറയുന്നില്ല. കഴിവതും ശ്രമിക്കാം. ഒരു നല്ല കാര്യത്തിലാണല്ലോ. അടുത്ത ആഴ്ച വരണം. ഇത് എന്റെ അമ്മാവന്റെ മകനാണ്. എന്തെങ്കിലും ഒരു ജോലി നോക്കാം.
അടുത്ത ആഴ്ച അവനെയും കൂടെ കൊണ്ടുവരണം. ഉം? ഉം. അടുത്ത ആഴ്ച ഒന്ന് 10 രൂപ കൊടുത്തേക്ക്. രക്ഷാധികാരം, അത്രയ്ക്കുള്ള രക്ഷാധികാരവും സാമൂഹ്യ സേവനവും മതി. ഇതൊന്ന് അയച്ചേക്ക്. പത്ത് ദിവസം കൂടി ഞാൻ തനിക്ക് അവധി തരും. അതിനുള്ളിൽ ഇടപാട് തീർത്തില്ലെങ്കിൽ ഇരിക്കുന്ന വീട് ഞാൻ കുളിപ്പിക്കും. ആ കരുണാകരൻ മുതലാളിയെ താൻ ശരിക്ക് കണ്ടിട്ടില്ല. മുതലാളി, ഒരു അബദ്ധം പറ്റി, വേണ്ട, മനഃപൂർവ്വം. വേണ്ട, വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. 10 ദിവസം ഞാൻ പറഞ്ഞതാണ്. അബ്ദുറഹിമാൻ സാഹിബ് അയച്ച ആളല്ലേ? അതെ. വിചാരിക്കുമ്പോഴേക്കും ജോലിയൊന്നും കിട്ടിയില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് വാ, നോക്കാം. പോയി. അനുഭവിക്കും, ഇതിനൊക്കെ അനുഭവിക്കും. ദേവി, അമ്മ വിളിച്ചോ? എന്താ വിളിക്കാൻ പാടില്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടോന്ന് അന്വേഷിച്ചതാ. ഒന്നും വേണ്ട, എന്റെ പൊന്നുമോനല്ലേ, ഒന്ന് കാണാൻ വിളിച്ചതാ. അതും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്റെ അച്ഛൻ? എണീക്കാനും നടക്കാനും വയ്യാണ്ട് ഞാനൊരുത്തി ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത നിന്റെ അച്ഛനുണ്ടോ? നിനക്കുണ്ടോ? അമ്മയ്ക്ക് അത്ര വലിയ മഹാരോഗമൊന്നുമില്ല, വെറും തോന്നല. ഡോക്ടർ പറഞ്ഞല്ലോ. പറഞ്ഞ നിന്റെ അച്ഛൻ പറഞ്ഞേച്ച് ഡോക്ടറല്ലേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീയും പറയും അച്ഛന്റെ മോനല്ലേ. ഞാൻ കിടന്നാലെന്ത് ചത്താലെന്ത് നിന്റെ അച്ഛൻ തിരിഞ്ഞു നോക്കൂല. ഈ മുറിക്കകത്ത് ചവിട്ടിയിട്ട് എത്ര ദിവസമായി നിന്റെ അച്ഛൻ? ചോദിച്ചു നോക്കാം. അച്ഛന് രാവും പകലും അമ്മയുടെ അടുത്തിരിക്കാൻ പറ്റുമോ? ജോലി തിരക്കല്ലേ, ബിസിനസ്സിൽ 100 കാര്യങ്ങൾ നോക്കണ്ടേ? ജോലി തിരക്കാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ബിസിനസ്സും പണം ഇല്ലാതിരുന്ന കാലത്തെ നിന്റെ അച്ഛന് മനുഷ്യപ്പറ്റുണ്ടായിരുന്നു. ഇപ്പൊ മനുഷ്യനെ വേണ്ട, പണം മതി. ആർക്ക് വേണ്ടിയിട്ട് അച്ഛൻ അധ്വാനിച്ചിങ്ങനെ പണം ഉണ്ടാക്കുന്നത്? അമ്മ എന്താ ആലോചിക്കാത്തത്? അച്ഛന് വേണ്ടി തന്നെ. നിനക്ക് നിന്റെ അച്ഛനെ അറിയില്ല, എനിക്കറിയാം. ഞാൻ അറിഞ്ഞ പോലെ ആർക്കും അറിയാൻ പറ്റില്ല. അമ്മ എന്തിനാ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പ്രാകുന്നത്? കേട്ട് കേട്ട് മതിയായി എനിക്ക്. നീയും പറ. അച്ഛന്റെ പൊന്നു മോനല്ലേ, പെറ്റതല്ലേ രക്ഷിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. പോടാ. എണ്ണീക്കാനും നടക്കാനും വയ്യാണ്ട ഞാൻ ഇവിടെ നരകിക്കുമ്പോ ഒരാൾ നോക്കാനുണ്ടോ, അന്വേഷിക്കാനുണ്ടോ? ദൈവം തരും, നിങ്ങൾക്ക് ഇതിനൊക്കെ ദൈവം തരും. അമ്മയുടെ പൊന്നുമോനുണ്ടല്ലോ ദാസൻ, അവനോട് ഇങ്ങോട്ട് വരാൻ എഴുതണം. അവനെ നിനക്ക് കണ്ടുകൂടാ. എടാ, അവൻ നിന്റെ അനുജനല്ലേ? ചീത്ത പറഞ്ഞു പറഞ്ഞ് സ്വൈര്യം കെടുത്തി അവനെ ഇറക്കി വിട്ടില്ലേ നിന്റെ അച്ഛൻ? നീ അത് കണ്ടുകൊണ്ട് നിന്നു. അച്ഛന്റെ അന്തസ്സറിഞ്ഞ് പെരുമാറാൻ അവൻ അറിയില്ല. തെണ്ടികളുടെ കൂടെ ആയിരുന്നല്ലോ അവന്റെ സഹവാസം. അച്ഛനെതിരായി കുടി പിടിച്ച് നടക്കുക, പ്രസംഗിക്കുക. ഓ, ഒരു പൊന്നുമോൻ. അവൻ പോയല്ലോ, അച്ഛനും മോന് സമാധാനായില്ലേ? അന്തസ്. സാൽട്ട് ശിവായുടെ മോൾക്ക് വീട്ട് കെട്ടിക്കൊടുത്തപ്പോൾ അച്ഛന്റെ അന്തസ് എത്രത്തോളം പൊന്തി? നീ പറ, അച്ഛന്റെ ത്രിപുത്രനല്ലേ? പറ. എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോണു. താക്കോൽ എവിടെ രാമനായരെ? എന്തിനാ? എനിക്ക് കുറച്ച് പണം വേണം. താക്കോല് മുതലാളുടെ കയ്യിലാ. ഇവിടെ ക്യാഷ് ഇരിപ്പില്ലേ? ഉണ്ട്. മൂപ്പരൊന്നും പറഞ്ഞില്ലല്ലോ. ആ, എന്താണ് ആവശ്യം? കേൾക്കട്ടെ. ഞാൻ കുട്ടിയല്ല, പ്രായപൂർത്തി വന്നവനാണ്. പുറത്തിറങ്ങിയാൽ എനിക്ക് പല ചിലവുകളുമുണ്ട്. അതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്നെ വേണ്ട, അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. മകൻ പറയണു പല ചെലവുകളുമുണ്ട്, പണം വേണമെന്ന്. ഞാൻ അച്ഛനോട് ഫോൺ ചെയ്ത് പറയട്ടെ.
അച്ഛൻ പോയോ? പോയി. തുറക്കണോ വേഗം. എടി, ഒരു കഷ്ണം കടലാസെടുത്ത് ദാസനൊരു കത്ത് എഴുതാം. 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ കത്തയച്ചിട്ട്. നീ എന്നെ പഠിപ്പിക്കണ്ട, എഴുതാനാ പറഞ്ഞത്. എത്രയും പ്രിയപ്പെട്ട മകൻ ദാസം വായിച്ചറിയാൻ സ്വന്തം അമ്മ എഴുതണത്. എഴുതിയോടി? എഴുതിയമ്മേ. എന്തേടി എഴുതിയത്? പ്രിയപ്പെട്ട മകൻ ദാസന്. എന്നാടി ഞാൻ പറഞ്ഞത്? ഞാൻ പറയണത് വള്ളി പുള്ളി വ്യത്യാസമില്ലാണ്ട് എഴുതണം. നിന്റെ കത്ത് കിട്ടിയിട്ട് വളരെ ദിവസങ്ങളായി. അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഡോക്ടർ തരുന്ന മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വിശേഷിച്ച് ഒരു വ്യത്യാസവും തോന്നണില്ല. ഇവിടെ എന്റെ കാര്യം നോക്കാൻ ആരുമില്ല. ഈ കത്ത് കിട്ടിയാൽ ഉടനെ നീ അമ്മയുടെ അടുത്ത് വരണം. എനിക്ക് നീ അല്ലാണ്ട് ആരുമില്ലടാ മോനെ. എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു, ഒരു 10 രൂപ. ഏതെറ്റിൽ? സസ്പെൻസ് അക്കൗണ്ട് പാടില്ലെന്നാണ് മുതലാളി പറഞ്ഞത്. എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ല, അതുകൊണ്ടാണ്. ഓ, അതാണോ? ചേഞ്ച് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരാൻ മറന്നുപോയി. ഒരു വൗച്ചർ ഒപ്പിട്ട് തന്നെ എടുത്തോളൂ. ചെലവാക്കുന്ന ഓരോ പൈസയ്ക്കും കണക്കുണ്ടാവണമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. എന്നോട് ആലോചിക്കുന്നു തോന്നരുത്. ഞാൻ വൗച്ചർ എടുത്തിട്ട്. വേണ്ട. ഇവിടെ നിന്നൊരു കാര്യമില്ല. മില്ല് പോയി നോക്കി. മില്ല് ചോദിച്ചപ്പോ ഓഫീസിലുണ്ടാവും എന്ന് പറഞ്ഞു. മുതലാളി ഇവിടെ ഇല്ലാന്ന്. ഇവിടെ നേരെ മില്ലിലേക്കാ പോയത്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരില്ല. എനിക്ക് മുതലാളി ഒന്ന് കാണണം. അപ്പൊ ഞാനീ പറഞ്ഞൊന്ന് മലയാളത്തിലല്ലേ? വന്നോടി. വന്നു. രവി വന്നോടി. വന്നിട്ടില്ല. എനിക്ക് ഊണെടുത്ത് വെക്കണ്ട. ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഡിന്നറുണ്ട്. ഞാൻ വിചാരിച്ചു നീ പോയിരിക്കില്ലെന്ന്. നിന്റെ തള്ള ഇന്നലെ ഇവിടെ വന്നപ്പോഴാ ഞാൻ വിവരം അറിയുന്നത്. ആഹാ, നീയും പോയിരുന്നോ? മരുന്ന് തീർന്നോ? ഒരാഴ്ചക്ക് കൂടിയുണ്ട്. എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. പോകുന്ന വഴിക്ക് ഡോക്ടറെ കൊണ്ട് വല്ലതും പറയണം. നീ ഇപ്പൊ കണ്ടില്ലേ? എന്തമ്മേ?
ചമഞ്ഞൊരുങ്ങി ചെറുവാല്യക്കാരനായിട്ട് പോണത് നീ കണ്ടില്ലേന്ന്. അമ്മേ, അമ്മ കിടന്നോളൂ. മുകളിൽ ഒരാളുണ്ടല്ലോ ഇതൊക്കെ കാണാൻ. അനുഭവിക്കും, ഇതിനൊക്കെ അനുഭവിക്കും. അറിയില്ലെങ്കിലും കേട്ടാൽ നമുക്കും കുറച്ചൊക്കെ രസിക്കും. കുറച്ചു ദിവസം കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു. എന്ന് വിചാരിച്ചു? ഒന്നില്ല. അല്ല, ദേവി എന്താ വിചാരിച്ചത്? അത് കേൾക്കട്ടെ. അല്ല, ഞാൻ വിചാരിച്ചു മുതലാളി
വഴി മറന്നു. ഹോ, ഒരാഴ്ച ഭയങ്കര തിരക്കായിരുന്നു. ഒരു നിമിഷം സ്വൈരം വേണ്ടേ. ഇൻകം ടാക്സ് കേസ് കഴിഞ്ഞു. ഒരു വലിയ ഭാരം ഇറങ്ങിയ ആശ്വാസമുണ്ട്. ഡ്രൈവർക്കും തിരക്കായിരുന്നു. വിവരം അറിയുന്നതിന് അയാൾ അയക്കാൻ ഇടകെട്ടണ്ടേ. എന്താ വളരെ ഇഷ്ടപ്പെട്ട? ആ, കുടിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? ചായ വേണോ, ഹാർലിക്സ് വേണോ? വേറൊന്നുമില്ലേ? ഓ, അന്ന് കൊണ്ടുവന്നതിന്റെ ബാക്കിയുണ്ട്. എന്നാ കൊണ്ടാ. ദേവി, അടുത്ത ആഴ്ച നിനക്ക് ഇവിടെ ഫോൺ കിട്ടും. എന്നാൽ ഈ ഡ്രൈവറെയും ശിവായിയും ആശ്രയിക്കണ്ടല്ലോ. എന്തൊരു ക്ഷീണം. ഓഫീസിൽ ചെന്നാ തിരക്ക്, മില്ലിൽ ചെന്നാ തിരക്ക്, എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഒരു സ്വസ്ഥതയുണ്ട്. ആരോട് പറയാൻ? വെറുത്തു പോയി. ആ, കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? നീ ഇവിടെ ഇരിക്കും. വന്ന തുടങ്ങി നീ അടുക്കളയിൽ കയറി ഇരുത്തും. ചായ ഉണ്ടാക്കല്, മീൻ വറുക്കല്, അതുവരെ ഞാൻ ഇവിടെ മുന്നിയെ പോലെ ഇരിക്കണം. നീയേ ആ ഡ്രൈവറെ അടുത്ത് 10 ഉറുപ്പിക കൊടുത്ത് വല്ല നമുക്ക് വാങ്ങിക്കൊണ്ടുവരാൻ പറ. എല്ലാ ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട അല്പസമയം സ്വസ്ഥമായിരിക്കാനാണ് ഞാൻ നിന്റെ അടുത്ത് വരുന്നത്. അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു. അച്ഛൻ മരിച്ചു. വല്ലാത്തൊരു മരണം. സന്ധ്യക്ക് ഇവിടുന്ന് പോയതല്ലേ. ഏതോ വലിയ ആളുകളുടെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മടങ്ങി പോരുമ്പോ ഒരു വസ്തുല്ല. വഴിക്ക് ഡ്രൈവർ പന്തിയല്ലാത്തൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ എന്താ,
മൂപ്പര് 2 കൈയും നെഞ്ചിൽ അമർത്തി പിടിച്ചു കിടക്കുന്നു. ഉടൻ കാറ് നിർത്തി. നോക്കിയപ്പോ 1 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഹാർട്ട് ഫെയില് സുഹൃതം ചെയ്തവർക്കേ ഇങ്ങനെ എല്ലാം മരിക്കാൻ ഭാഗ്യം ഉണ്ടാവൂ. പോവേണ്ടത് പോയി, കരഞ്ഞിട്ടെന്താ? മനുഷ്യാവസ്ഥ എന്ന് പറഞ്ഞ ഇതൊക്കെയാ കാരണവരെ. ഞങ്ങൾ ചിലവരുടെ നഷ്ടം ഞങ്ങൾക്കല്ലേ അറിയൂ. എന്റെ നഷ്ടം നിങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല. കരുണാകരൻ മുതലാളിയാവുന്നതിന് മുൻപ് അറിയുന്നവനാണ് ഞാൻ. എനിക്ക് പോയത് മുതലാളി മാത്രമല്ല. ഏട്ടൻ കാപ്പി കഴിക്കാതിരിക്കുന്നു. വഴിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. തടിച്ച കാളക്കുട്ടിനെ ഇറക്കേണ്ട ദിവസം. ഇരിക്ക. വേണ്ട, പിന്നെ മതി. നീ വരില്ലെന്നാണ് ഞാൻ കരുതിയത്. കമ്പി കിട്ടിയപ്പോൾ ഞാൻ സ്ഥലത്തില്ല. എനിക്കറിയാം. ഉച്ചവരെ ഞങ്ങൾ കാത്തു. ശവസംസ്കാരം 12 മണിക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിയായി കമ്പി കിട്ടാൻ. നേരത്തെ കിട്ടിയാലും നീ വരില്ല. ഒരിക്കലും നീ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഏട്ടനോ? മരിച്ചവരോട് പക കാണിക്കരുത്. നോക്ക്, എല്ലാ പത്രങ്ങളും എഴുതിയിരിക്കുന്നു. സമുദായ സ്നേഹിയായ കരുണാകരൻ മുതലാളി നിര്യാതനായി. അച്ഛനൊരു മഹാനായിരുന്നു. ഇന്നലെ ടൗൺ ഹാളിൽ കൂടി അനുശോചന യോഗത്തിൽ കളക്ടർ വന്നു, DIG ഉണ്ടായിരുന്നു, എല്ലാ പാർട്ടിക്കാരും പ്രസംഗിച്ചു. ഒരു സ്മാരകം ഉണ്ടാക്കാൻ പോകുന്നു, കമ്മിറ്റി ഫോം ചെയ്തു. സംഭാവന തുകകളുടെ വാഗ്ദാനം മുറയ്ക്ക് നടന്നിട്ടുണ്ടാവും. നീ ഇപ്പോഴും ആ പഴയ ആൾ തന്നെ. എന്നോട് എന്ത് പറയാം? ഏട്ടനും മാറിയിട്ടില്ല. ഈ മുറ്റത്തുനിന്ന് ഒരു പുരുഷാരമായി എത്ര പേരാണ് വന്നത്? എത്രമാർ ഉദ്യോഗസ്ഥന്മാരും മുതലാളിമാരും കച്ചവടക്കാർ, സാധുക്കൾ. He was a great man. അത് കിടാവിളക്കായി കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറൊരു പ്ലാൻ കൂടിയുണ്ട്. അച്ഛന്റെ ഓർമ്മയ്ക്കായി. He's a fool. അമ്മയ്ക്കിനി ആരുണ്ടടാ മോനെ? ആരുണ്ട്? അമ്മയ്ക്കിനി ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങോട്ട് കണ്ണടച്ചാ മതിയെന്നേ ഉള്ളു പ്രാർത്ഥന. ഞാനിനി അധികകാലം ജീവിച്ചിരിക്കില്ല. നീ ഇനി എങ്ങോട്ടും പോകല്ലേ ദാസ. അമ്മ സമാധാനായിട്ടിരിക്കണം. സൂക്കേട് സാരില്ല. സാരമില്ല, സാരമില്ല. എല്ലാരും പറയും സാരമില്ല. നിന്റെ ഏട്ടന്റെ വിചാരം എനിക്ക് ഒരു സൂക്കേടില്ലാന്ന്. എന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ. കൊണ്ടുപോയി.
താക്കോൽ. താക്കോൽ ഏതിന്റെ? എല്ലാ താക്കോലും അവിടെ വെക്കാൻ. വെയിറ്റ്. എത്ര കൊല്ലമായി ഇവിടെ? 16. ഓ, ടു മച്ച്. നിങ്ങൾക്കിനി വേണ്ടത് വിശ്രമമാണ്. വരി വരി, എന്താ അവിടെ നിൽക്കണേ? എന്താ അവിടുത്തെ സ്ഥിതി? അയ്യോ, എന്തു പറ്റി? ഇതിലൊരു കുരുവിക്കുഞ്ഞുണ്ടായിരുന്നു. അയ്യോ, പിടിക്കുക. അമ്മ വിളിക്കണു. അമ്മയ്ക്ക് പതുക്കെ, അതിന് പേടിപ്പിക്കണ്ട. കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം കൊടുത്താൽ ശരിയാവും. പിടയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പറന്നു പോയിക്കോളും. മാധവി പിന്നെ പഠിക്കില്ലേ? ഇല്ല. എന്തേ? ആര് പഠിപ്പിക്കാൻ? അമ്മയ്ക്കൊന്നിനും വയ്യ. ഇവിടുന്ന് തരുന്നതാ അമ്മയ്ക്കൊരാശ്രയം. നിന്റെ മുറ്റത്തെ ആ ചാമ്പമരത്തിൽ ഇപ്പോഴും കായുണ്ടോ? അത് മുറിച്ചുപോയി. അതിന്റെ തുന്നാടിക്കൊമ്പ് വരെ ഞാൻ കയറിയിട്ടുണ്ട്. കൊതിച്ചു കൊതിച്ച് നീ താഴെ നിൽക്കും. അമ്മയ്ക്ക് വേണ്ടി കത്തെഴുതുമ്പോൾ നിനക്ക് നാട്ടിലെ വിശേഷമൊക്കെ ഒന്ന് എഴുതിക്കൂടെ? ഈ നാട്ടിൽ എന്ത് വിശേഷം? വലിയ വീടും സ്വത്തുമുള്ളവര് എന്തിനാ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആ കഷ്ടപ്പാടിലൊരു സുഖമുണ്ട്. അത് മാധവിക്കറിയില്ല. അമ്മ ബഹളം കൂട്ടാൻ തുടങ്ങും. വരുന്നില്ലേ? രവി വന്നില്ലേ? ഇല്ല. അവൻ തോന്നുമ്പോ വരണോ, തോന്നുമ്പോ പോണു. തന്തയുടെ തല മണ്ണി കുത്തിയിട്ട് ദിവസം ഇശിയായിട്ടില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏട്ടൻ വരുമ്പോ അമ്മ വിളിച്ച് പറഞ്ഞോളൂ. ഞാനോ? ഞാൻ പറഞ്ഞ അവൻ തിന്നാൻ വരും. എടാ, രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട് അത്രേ. ആ നാരായണിയമ്മ പറഞ്ഞതാ. നീ ഒന്ന് അയാളെ കൊണ്ടുവരുവോ? അമ്മയ്ക്ക് എന്താ ഇപ്പോഴാ സുഖം? ഒന്നുമില്ല, പരമസുഖം. ഒരു ദണ്ണ ഇല്ലാണ്ട് ഞാൻ വെറുതെ കിടക്കുകയല്ലേ. എന്റെ കാര്യം നോക്കാനുണ്ടായിരുന്ന ആള് പോയില്ലേ? നിങ്ങളുടെ കാര്യമൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. നാളെ കൊണ്ടുവരാൻ ഡോക്ടറെ. വേണ്ട, എനിക്കിനി എന്തിനാ ഡോക്ടർ? അതുള്ളവനത്തോടെ എനിക്കിനി ആരും ഒന്നും ചെയ്യണ്ട. അമ്മേ, അമ്മേ, പോയിക്കോളൂ, സാരല്ല.
യെസ് കം ഇൻ പ്ലീസ്. ഇതാണ് സാർ ഞാൻ പറഞ്ഞ എഞ്ചിനീയർ. ഓ വരണം വരണം വരണം. സിറച്ച് ഇവിടെ വേണം എയർ കണ്ടീഷൻ. ചുറ്റും ഈ വാളുണ്ടല്ലോ, ബർമ ടീക്ക് പാനലിംഗ്. ഈ പഴയ ഫർണിച്ചർ ഒന്നും ഇവിടെ കാണാൻ പാടില്ല. എല്ലാം പുതിയ ഫർണിച്ചർ ആയിരിക്കണം, അപ് ടു ഡേറ്റ് മോഡേൺ. കാഷ്യർ, ഈ പഴയ ഫർണിച്ചറിൽ നിങ്ങൾ എടുത്തോളൂ. നമ്മുടെ ഡൈനിങ് ഹാൾ ഉണ്ടല്ലോ, അത് വളരെ മനോഹരമായിരിക്കണം, മോഡേൺ ആയിരിക്കണം. ചുറ്റും മാർബിൾ ആയിരുന്ന വളരെ നന്നായിരിക്കും. അപ്പോ അഡ്വാൻസ് എന്താ വേണ്ടത്? കാഷ്യർ 10,000 rupees അഡ്വാൻസ് കൊടുത്തേക്ക്. ബൈ ദ വേ, എനിക്ക് സമയമില്ല, ഓഫീസിൽ കാണാം. Okay. റൈറ്റ്. Come on, Caesar. Come on. എന്താ പേടിച്ചു പോയോ? ധൈര്യമുണ്ടെങ്കിൽ സീസർ ഒന്ന് തുടർ. He does not like you. ഏട്ടൻ വളർത്തുന്നതല്ലേ, മറ്റുള്ളവരെ ഇഷ്ടം കാണില്ല. Come on, Caesar. Come on. Wait. നിനക്കിപ്പോ എന്താണ് ജോലി? ഒരു ചെറിയ പത്രത്തിന്റെ ഓഫീസിൽ. എന്ത് ശമ്പളം കിട്ടും? 110 രൂപ. ബേഷ്, കൊള്ളാം. കരുണാകരൻ മുതലാളിയുടെ മകൻ ഹരിദാസൻ BA 110 രൂപ ശമ്പളത്തിൽ. ദാസ, എനിക്ക് ഈ നാട്ടിൽ തല ഉയർത്തി നടക്കണം. അധികം ഉയർത്തരുത്, മേൽപ്പുര മുട്ടും. കരുണാകരൻ മുതലാളിയുടെ മക്കളാണെന്ന. കരുണാകരൻ മുതലാളിക്ക് പണമുണ്ട്, അതുകൊണ്ടാണ് 4 പേർ കൂടുന്നിടത്ത് നമ്മളെ ബഹുമാനിക്കുന്നത്. കരുണാകരൻ മുതലാളിയായ കഥയും പലർക്കും അറിയാം. ദാസ, ശവത്തിൽ കൊത്തരുത്. ഏട്ടന് കരുണാകരൻ മുതലാളിയുടെ മകനെന്ന മേൽവിലാസം മതി, എനിക്കത് പോരാ. ഗുഡ്. ബിസിനസ് പഠിക്കും, അല്ലെങ്കിൽ വെറുതെ എഴുത്തും വായനയുമായിട്ടിരുന്നു. ഇവിടെ നിനക്ക് വേണ്ടതെടുക്കാം, എന്നിട്ട് മാന്യന്മാരെ പോലെ ഹൈ സൊസൈറ്റിയിൽ നടക്കും. വേണ്ട, എനിക്ക് ഞാനാവണം. നിന്റെ 110 രൂപയുടെ മേൽവിലാസം. അതിന്റെ മാന്യത ഏട്ടൻ അറിയില്ല. നീ ഏതോ നാടകത്തിലെ ആദർശ കഥാപാത്രമായി മാറിയിരിക്കുന്നു. ആദർശമല്ല പറഞ്ഞത്, അസ്തിത്വത്തിന്റെ കാര്യമാണ്. മലയാളം ഏട്ടന് മനസ്സിലാവില്ലെങ്കിൽ പറയാം. എക്സിസ്റ്റൻസ്. നിലനിൽക്കുന്നു, ജീവിക്കുന്നു എന്ന ബോധമുണ്ടായത് ഇവിടെ നിന്നും പുറത്തു കടന്നപ്പോഴാണ്. ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു പോകും. നീ പോകുമോ? എന്നെ ധിക്കരിച്ചു പോകാൻ നിനക്ക് കഴിയുമോ? എന്റെ മുഖത്ത് നോക്കി പറ. പറ. നിനക്ക് കഴിയില്ല, നീ പോവില്ല. ഞാനാ പറയും. That's it. Come on, Caesar. Come on. പോകുന്നില്ലെന്ന് തീരുമാനിച്ചു മാധവി. അമ്മയ്ക്ക് സമാധാനമാവട്ടെ, ഏട്ടനും. അതിനെന്തിനാ എത്ര വിഷമിക്കണേ? പോകാത്തത് കൊണ്ടല്ല മാധവി വിഷമം, ആത്മനിന്ദയാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ഏട്ടൻ കയർത്തു പറഞ്ഞാൽ ധിക്കരിക്കാൻ സാധിക്കാത്തതിലുള്ള നിസ്സഹായത. ഏട്ടന്മാർ നല്ലത് പറഞ്ഞു തരുമ്പോഴും തെറ്റ് നടക്കണമെന്നുണ്ടോ? മാധവിക്കറിയില്ല. ചെറുപ്പത്തിൽ ഏട്ടൻ എന്റെ പുറത്തു കയറിയിരുന്ന് സവാരി നടത്തും. വേഗം നടന്നില്ലെങ്കിൽ പുറത്തിടിക്കും. മുട്ടുകുത്താൻ മടിച്ചാൽ വിരലി പിടിച്ചൊടിച്ച് വേദനിപ്പിക്കും. അച്ഛൻ കണ്ടുകൊണ്ട് വന്നാലും നിന്ന് ചിരിക്കും. ഏട്ടന്റെ മുമ്പിലെത്തുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ്. അതൊക്കെ കുട്ടിക്കാലത്തെ കഥയല്ലേ. പേടിച്ചാണ് ഞാൻ വളർന്നത്. ഞങ്ങളുടെ മുറ്റത്ത് വരുമ്പോൾ ചാമ്പമരത്തെ കയറാനും കിളിക്കൂട്ടിന്ന് പക്ഷിക്കുഞ്ഞിനെ എടുത്തോണ്ട് വരാനും പേടിയുണ്ടായിരുന്നില്ലല്ലോ. ഓർമ്മിക്കാനും ഓമനിക്കാനും അങ്ങനെ കുറച്ചേ ഉള്ളൂ മാധവി. അതൊക്കെ മനസ്സിന്റെ ഒരു കോണിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒരു നിധി പോലെ. മാധവി, പോട്ടെ, അമ്മ വിളിക്കണു. നിൽക്കൂ, ഒരു കാര്യം കൂടി. എന്താ അത്? മൂക്കിയിൽ ഒലിപ്പിച്ച് നടന്ന ആ കൊതിച്ചി പെണ്ണ്, അവൾ ഇത്ര സുന്ദരിയായി തീരുമെന്ന് അന്ന് ഞാൻ അറിഞ്ഞോ? ഇത് അനിയനാണ്, മുതലാളിയുടെ രണ്ടാമത്തെ മകൻ. ഇരിക്കൂ. വെരി വന്നിട്ടില്ല. പ്ലീസ് ബി സീറ്റഡ്. വേണ്ട, ഞങ്ങൾ പിന്നെ വരാം. ജ്യേഷ്ഠനോട് സംസാരിച്ചോളാം.
ഞാൻ പോവുകയാണ്. എന്നെ എന്തിനാ വിളിയിരുത്തിയിരിക്കുന്നത്? അലങ്കാരത്തിനോ സ്ഥലം മുടക്കാനോ? മടുത്തുപോയി. ബിസിനസ് വേറൊരു ലോകമാണ്. ഒക്കെ ഒന്ന് കണ്ടുപഠിക്കാലോ. 3 ദിവസം കണ്ടു പഠിച്ചതുകൊണ്ട് തന്നെ മതിയായി. ഇത്ര വിരസമായ 3 ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ? രവീന്ദ്രൻ മുതലാളിയെ ഒന്ന് കാണണം. ഏട്ടൻ വന്നില്ലല്ലോ. എന്നോട് പറഞ്ഞാൽ തീരുന്ന കാര്യമാണെങ്കിൽ പറയാം. ഞാൻ രവീന്ദ്രൻ മുതലാളിയുടെ അനുജനാണ്. കരുണാകരൻ മുതലാളിയുടെ മകൻ. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ അച്ഛൻ കരുണാകരൻ എന്നെ അറിയാം. ഉള്ളത് മുഴുവൻ പണയപ്പെടുത്തി കിട്ടിയ കാശ് കൊണ്ട് കൂട്ടുകച്ചവടം നടത്തിയിരുന്ന കാലത്ത് രാവും പകലും എന്റെ കൂടെയായിരുന്നു. അന്ന് മുതലാളിയായിരുന്നില്ല, വെറും കരുണാകരൻ മാത്രം. ഇപ്പൊ മുതലാളിയായപ്പോ എന്റെ മുതലുമില്ല, ലാഭമില്ല, പിന്നെ കാണാൻ നേരമില്ല. 12 കൊല്ലമായി ഓണം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നു. 1ഉം 2ഉം കൊല്ലമല്ല, 12 കൊല്ലം. പല്ലുപോയി നേർക്ക് നേരെ കണ്ടുമുട്ടിയാൽ 1 ഉറുപ്പ്യ എടുത്തു തരും. ധർമ്മക്കാശ് 1 ഉറുപ്പ്യ. എനിക്കൊന്നും അറിയില്ല. ആർക്കും ഇന്ന് അറിയില്ല. അറിയാവുന്നവരെല്ലാം സൗകര്യം പോലെ മറന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഏട്ടനോട് പറയാം. എന്നെ കൊണ്ട് കഴിയുന്ന സഹായം എന്ത് വേണമെങ്കിലും ചെയ്യാം. സഹായം കഴിയുന്നതും ചെയ്യാം. എന്നെ വിശ്വസിക്കൂ. വിശ്വസിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ്. കരുണാകരനെയും കരുണാകരന്റെ മക്കളെയും. നാളെ യു ഡാമേജ്. Carry on. കുമാര, ഇവർക്ക് വേണ്ടതെല്ലാം കൊടുക്ക. Let the party go on. Keep it inside. Come on, carry on. ഞാൻ തന്നെ. നിങ്ങൾ എന്റെ ഏട്ടനായി പോയി. അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ ഇത്ര ക്ഷോഭിക്കേണ്ട കാര്യം ഇവൾ നിന്റെ ആരാ? ഇവളോ? ഇവൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. നീയോ? കരുണാകരൻ മുതലാളിയുടെ മകനോ? ചെത്തുകാരൻ കുട്ടായിയുടെ മകളെ ഇവിടുത്തെ പണിക്കാരത്തി പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് നീയോ? പറയുന്ന രാജകുടുംബത്തിൽ നിന്നായിരിക്കും കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്.
കൺട്രി വരവൊന്നുമില്ലേ? ബാലനും പോളും വന്നില്ലേ? ഞാൻ വിളിച്ചു, വളരെ ബിസി. ആ ഗായകനോ? അയാൾ അത്ര ബിസിയൊന്നുമല്ല, പക്ഷെ ഭയങ്കര തിരക്കാം. പാടാൻ അറിയുന്നവർ ആരുണ്ട് ഇക്കൂട്ടത്തിൽ? അറ്റ കൈക്ക് ഞാൻ പാടാം. ശാന്ത, കൃഷ്ണ. കൃഷ്ണനില്ല, കൃഷ്ണൻ പോയി. അനന്ത, അനന്ത എവിടെ? അനന്തനും പോയി. എന്താ വേണ്ടിയാവോ? Come in. Come on. ഇരിക്കൂ. നോ, ജസ്റ്റ് ഫോർ കമ്പനി. Sit down. ആരാ സംഗീതത്തിന്റെ കാര്യം പറഞ്ഞത്? യു യു You want music? Silence. Listen, everybody. പാടൂ. പാടൂ. പാടാൻ. എന്നെ നിർബന്ധിക്കരുത്. വാഡ് നിർബന്ധം. ഏയ്, പാടാനാ പറഞ്ഞത്. പാടാൻ. യക്ഷഗാനം മുഴങ്ങി, യവനികയും നീങ്ങി, നിമിഷങ്ങളേതോ ലഹരിയിൽ മുങ്ങി, നിഴലാട്ടം തുടങ്ങി. യക്ഷഗാനം മുഴങ്ങി, യവനികയും നീങ്ങി, നിമിഷങ്ങളേതോ
ഏട്ടത്തിയും തുടങ്ങിയല്ലേ? ഇപ്പോഴേ തികഞ്ഞുള്ളൂ. നന്നാക്കാൻ ഒരുങ്ങിയ ആൾ എല്ലാരും ചേർന്ന് നശിപ്പിക്കണം. നന്നാവില്ല, ആരും നന്നാവില്ല. ഈ വീട് ചെകുത്താന്റെ കൈകൾ ഉണ്ടാക്കിയതാണ്. ഈ വീട് തകർച്ച കണ്ട് ദുഃഖിക്കാൻ വന്ന ആൾ, അച്ഛന്റെ പ്രേതത്തെ പൂജിക്കുന്ന ഒരു ഏട്ടൻ, നാട്ടിലെ രോഗങ്ങൾ മുഴുവനും തനിക്കുണ്ടെന്ന് സങ്കല്പിച്ച് കിടക്കുന്ന ഒരു അമ്മ, ആദർശം പറയുന്ന നട്ടലില്ലാത്തൊരു അനിയൻ. ഉണ്ട്. ഈശ്വരന് വേണ്ടി ദുഃഖിക്കാൻ ഒരാളെങ്കിലും ഉണ്ട്. ഏട്ടൻ ഏട്ടൻ മരിക്കുമ്പോൾ ഒരു തെണ്ടി പട്ടി കൂടി എന്നെ അച്ഛൻ ഏട്ടനെ അതിലപ്പുറം പഠിപ്പിച്ചിട്ടില്ല. അച്ഛനെ പറ്റി ഒരു അക്ഷരം പറയരുത്. അച്ഛൻ വലിയ ഒരാളായി. അച്ഛൻ ആരുമായിരുന്നില്ല. മാരകം പണിയുടെ പുത്രൻ. അനാഥമന്ദിരമാണ് നല്ലത്. അച്ഛൻ കാരണം വഴിയാധാരമായവരൊക്കെ പാർപ്പിക്കാൻ. അച്ഛൻ മനുഷ്യനായിരുന്നു. മാന്യതയുടെ മൂടുപടമില്ലാത്തൊരു മരപ്പാവിയായിരുന്നു. അമ്മേ, എഴുന്നേൽക്കൂ. ഞാൻ പോവുകയാണ്. അമ്മ എന്റെ കൂടെ വരണം. കാറ്റും വെളിച്ചമുള്ള എവിടേക്കെങ്കിലും. അമ്മ എഴുന്നേൽക്കൂ. നീ വയ്യാത്ത ഞാനും നീയും തുടങ്ങിയോ ദാസ? അമ്മയുടെ രോഗം മനസ്സിലാണ്. ഞാൻ പറയുന്നു, അമ്മയ്ക്കൊരു രോഗവുമില്ല. ആർക്കു വേണ്ടിയായി അഭിനയം അമ്മ ആരംഭിച്ചത്? അച്ഛനെ ബോധിപ്പിച്ചു വരാതിരിക്കാൻ വേണ്ടി. അമ്മ വരുന്നുണ്ട്. ഏടത്തി വിടൂ. അമ്മ എഴുന്നേൽക്കൂ. പോകട്ടെ, എല്ലാവരും പോകട്ടെ.
നീ ഞാൻ തന്നെ. അമ്മയെ വിളിച്ചുകൊണ്ട് എന്നെ മാനം കെടുത്താൻ വേണ്ടി ഇറങ്ങിപ്പോക്ക് നടത്തി തിരിച്ചു വന്നതല്ല, നാട്ടുനടപ്പും മര്യാദയും ഓർത്തൊന്ന് പറയാൻ വന്നതാണ്. എല്ലാം ഞാൻ കേട്ട് കഴിഞ്ഞു. മുഴുവനായില്ല. ഏട്ടനെയും ഏടത്തിയെയും ക്ഷണിക്കാൻ വന്നതാണ്. കരുണാകരൻ മുതലാളിയുടെ ഇളയ മകൻ ഹരിദാസൻ ചെത്തുകാരൻ കുട്ടായിയുടെ മകൾ മാധവിയെ നാളെ വൈകുന്നേരം 5:30 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം ചെയ്യാൻ. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ബില്ല് കെട്ടാൻ സാധിച്ചില്ല. ബംഗ്ലാവിലും നാളെ പണം കിട്ടിയില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും. എന്ത് ചെയ്യണം മുതലാളി? ആ ദാമുവേട്ടനൊന്ന് വിളിക്കുക, ഞാൻ നേരിട്ട് സംസാരിക്കാം. ടെലിഫോൺ കട്ട് ചെയ്തിരിക്കുന്നു. ശാന്തേ, അകത്തു വരൂ. ഒരാൾ കൂടി ബാക്കിയുണ്ട്. അയാളെ ക്ഷണിക്കാൻ പോകും. ആരാണത്? രാമനാഥൻ. വേണ്ട, ആരും സഹായിക്കില്ല. എനിക്ക് അയാളെ കാണുമ്പോൾ തന്നെ പേടിയാണ്. ദയവ് ചെയ്ത്. ആയില്ല, ഉപദേശത്തിന്റെ സമയമായില്ല. ഞാനിന്നൊരു പാർട്ടി നടത്താൻ പോകുന്നു. ഇവിടെ പാർട്ടിയുടെ അവസാനിച്ചില്ലേ? അവസാനത്തെ പാർട്ടി, അവസാനത്തെ അതിഥി, അവസാനത്തെ പരിശ്രമം. എന്ത് പലിശ കൊടുത്തും പണം വാങ്ങാൻ ഞാൻ തയ്യാറാണ്. നീ എന്നെ സഹായിക്കൂ. ഞാനോ? നീയും എന്റെ കൂടെ വേണം. പ്രാരബ്ധവും കഷ്ടപ്പാടും പറയാൻ എനിക്കറിഞ്ഞുകൂടാ. നീ പറയണം. കുമാര, കാണുന്നില്ല. Come on. Sit down.
അവകാശവും മുതലും എല്ലാം കൈയൊഴിക്കാൻ ഞാൻ ആ പടി ഇറങ്ങിയത്. ഞാൻ വരില്ല. മുതലിനേക്കാൾ വലുതാണ് മാനം. പണയപ്പെടുത്തുന്നത് കാണേണ്ടി വന്നാലോ കുഞ്ഞ്. എല്ലാം കണ്ടുകൊണ്ട് ഒന്നും പറയാറില്ല, പ്രയോജനമില്ല. കൈത്തണ്ട കൊണ്ട് സംസാരിച്ചാലേ പറ്റൂ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനും വയ്യാത്ത കാലമായി. കുഞ്ഞു വേണം. പോകൂ. എന്തു പറയുന്നു? നിങ്ങൾ എന്നെ സഹായിക്കണം. യെസ് ആർ നോ? എന്തു പറയുന്നു? ഇരിക്കാം.
ഇതൊക്കെ പോട്ടെ പോലെ പോട്ടെ. ഒരു ചെറ്റ പോരാ, സ്വന്തമായിട്ട് എനിക്കുണ്ട്. എന്റെ സ്വന്തമാണ് പോലെ. മോന്റെ അച്ഛൻ കരുണാകരൻ ഞാനും കൂടി ഒരുപാട് കാലം ജീവിച്ചതാണ് പോലെ ആ ചെറ്റ പോലെ. നമുക്ക് അങ്ങോട്ട് പോവാം. പാവം.